ഐഡന്റിറ്റി ലോകത്തിനും സമൂഹത്തിനും വിസിബിൾ ആക്കാനും ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുള്ളൂ എന്ന് പറയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളെ കാണുന്നത് കേവലം വിദ്യാർത്ഥികളായിട്ടല്ല, ഞങ്ങളെയൊക്കെ വെൽഡേഴ്സ് എന്നാണ് പറയുക. നിങ്ങളെ സഹായിക്കാനുള്ള ആളുകൾ മാത്രമാണ് ഞങ്ങൾ. എം എൽ എക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ FIUGP എന്ന് പറയുന്ന സാധനം 4-year പ്രോഗ്രാം, 3ാമത്തെ വർഷം നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ക്രെഡിറ്റ് 133 ആണെങ്കിൽ 2.5 വർഷം കൊണ്ട് ഇറങ്ങാം. അതുമല്ല 4 വർഷം കൊണ്ട് നേരിട്ട് PhD ചെയ്യാം. അതോടൊപ്പം തന്നെ ഓണേഴ്സ് റിസർച്ച് ചെയ്യാം. ഇങ്ങനെ വലിയൊരു മാറ്റങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത മാറ്റമാണ്. BA ഫിലോസഫി പഠിക്കുന്നവൻ അവൻ്റെ മൈനർ എടുത്തിട്ട് ഫിസിക്സ് പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നവൻ മൈനർ എടുത്ത് മലയാളം പഠിക്കുന്നു. ഫസ്റ്റ് സെമസ്റ്ററിൽ ഏകദേശം 536 പരീക്ഷകളാണ് നടത്തിയത്. ഫസ്റ്റ് സെമസ്റ്ററിൽ ഏറ്റവും രസകരമായ കാര്യം, 2ാം സെമസ്റ്റർ എത്തിയപ്പോൾ മാഷുമാർ തന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ അവിടെ തന്നെ കോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്, എന്താ ചെയ്യാറുണ്ട് സാറേ, ക്ലാസ് നമ്മൾ മനസ്സിലാവുന്നില്ല. അതിനും പ്രൊവിഷനുള്ള സാഹചര്യം വരികയാണ്. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥികളെ കേവലം വിദ്യാർത്ഥികളാവാതെ നാളത്തെ പൗരന്മാരാണ് എന്ന് പേപ്പറുകളിൽ പറയാതെ വികസിത് ഭാരത് 2047 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തമാശയാ തോന്നുന്നത്. നമ്മുടെ പ്രാധാന്യം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മുന്നിൽ കാണുന്ന ഒരു ഭരണകൂടത്തിന് കൊത്താരി കമ്മീഷൻ ആയിക്കോട്ടെ, 1986 എഡ്യൂക്കേഷൻ